നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടല്ലേ, പക്ഷെ നിങ്ങൾക്ക് കോഡിംഗ് അറിയില്ല, ഡിസൈൻ ഇല്ല, അതുപോലെ ടെസ്റ്റിംഗ് ചെയ്യാനായിട്ട് ഒരു സപ്പോർട്ട് ടീം ഇല്ല. അതുപോലെ തന്നെ നിങ്ങളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അതിനുവേണ്ടി മാത്രം ഒരാളെ ഹയർ ചെയ്യേണ്ടിയും വരും. ഇതൊന്നും വേണ്ടാതെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് ഈസിയായി ഹാൻഡിൽ ചെയ്യാനും പറ്റും. എങ്ങനെയെന്ന് വെച്ചാൽ ഒരു വേർഡ്പ്രസ് ടൂളിന്റെ സഹായത്താൽ. ഈ ടൂളിൽ നിങ്ങൾക്ക് AI യൂസ് ചെയ്യാം. AI തന്നെ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്ത് തരും. ഡിസൈൻസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ഒരു കസ്റ്റമൈസ്ഡ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം. അതും കോഡിംഗ് അറിയാതെയും ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്. ജസ്റ്റ് കോണ്ടന്റ് എടുക്കുക, ഡ്രാഗ് ചെയ്യുക, ഡ്രോപ്പ് ചെയ്യുക, നിങ്ങളുടെ വെബ്സൈറ്റ് നിങ്ങളെ ഇഷ്ടത്തിന് ഡിസൈൻ ചെയ്യുക. അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ കോഴ്സാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓരോ പാർട്സിലും ഓരോ സെക്ഷൻസ് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നുണ്ടായിരിക്കും. ഡൊമൈൻ എന്താണ്, ഹോസ്റ്റിംഗ് എന്താണ്, SSL എന്താണ്, ഒരു വെബ്സൈറ്റ് എങ്ങനെ ബിൽഡ് ചെയ്യാൻ പറ്റും, എലമെന്റർ എന്താണ്, അതേപോലെ എലമെന്റർ ടൂൾ വെച്ചിട്ട് എങ്ങനെ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അതിൽ കറക്ഷൻസ് ഒക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും, അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ബിഗിനർ ടു അഡ്വാൻസ് ലെവൽ ക്ലാസ് ആയിരിക്കും നമ്മളുടെ ഈ കോഴ്സ്. ഇതൊരു പ്രീ റെക്കോർഡഡ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് റിപ്പീറ്റ് ആയിട്ട് വാച്ച് ചെയ്യാം, ലേൺ ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാം. സോ എന്തിനാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്? ഇപ്പൊ തന്നെ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ, രജിസ്റ്റർ ചെയ്യൂ. അങ്ങനെ ബേസിക് കാര്യങ്ങളാണ് നമ്മൾ മേജർലി ഈ ഒരു മൊഡ്യൂളിൽ കവർ ചെയ്യാൻ പോകുന്നത്. സോ വെബ്സൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു ഓൺലൈൻ ബ്രൗസറാണ്. കമ്പനിയെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ്, കമ്പനി എന്താണ്, കമ്പനിയെ സർവീസസ്, ടീംസ്, അതേപോലെ കമ്പനി എന്തെങ്കിലും പ്രോഡക്റ്റ് സെല് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് എൻ്റെ പ്രോഡക്ട്സ്, വേണമെങ്കിൽ നമുക്ക് പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്യാൻ പോലും നമുക്കൊരു വെബ്സൈറ്റ് ഒരു പോസിബിൾ ആണ്. സോ വെബ്സൈറ്റിന് മേജർലി വേണ്ട 3 കാര്യങ്ങളാണ്. ഒന്ന് ഡൊമൈൻ, ഒന്ന് ഹോസ്റ്റിംഗ്, പിന്നെ ഒന്ന് SSL. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് google.com, facebook.com അങ്ങനെ ഒരു പേര് മാത്രമാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എനിക്കൊരു ഡൊമൈൻ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ grranjit.com എന്നൊരു പേര് എനിക്ക് പർച്ചേസ് ചെയ്യേണ്ടി വരും ഫസ്റ്റ്. എന്നാൽ മാത്രമേ ആൾക്കാർക്ക് അത് വെച്ച് സെർച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഒരു പേര് മാത്രമാണ്. നമുക്ക് ഡൊമൈൻ വാങ്ങിക്കാനായിട്ട് ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ആ ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മൾ ഒന്നിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, GoDaddy. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും GoDaddyയെ പറ്റിയിട്ട്. GoDaddy മാത്രമല്ല, ഹോസ്റ്റിംഗുണ്ട്, ബ്ലൂ ഹോസ്റ്റ് ഉണ്ട്, നെയിംജീപ്പ് ഉണ്ട്, അങ്ങനെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട് നമുക്ക് ഡൊമൈൻ പർച്ചേസ് ചെയ്യാനായിട്ട്. ഡൊമൈൻ്റെ റേറ്റ് പേരനുസരിച്ചും അതിന്റെ പോപ്പുലാരിറ്റി അനുസരിച്ചും മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ grranjit.com എന്നൊരു പേര് ഡൊമൈൻ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വലിയ റേറ്റ് ഒന്നും കാണത്തില്ല, കാരണം അതിന്റെ പോപ്പുലാരിറ്റി വളരെ ലോ ആണ്, അതൊരു കീവേഡും അല്ല. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരു 500 rupees പോലും നമുക്ക് പെർ ഇയർ കൊടുത്ത് നമുക്കത് പർച്ചേസ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ അടുത്ത വർഷം ആകുമ്പോൾ വീണ്ടും റിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ആ ഒരു ബേസിക് പേരുകളൊക്കെ നമുക്ക് ചീപ്പ് റേറ്റിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും. പക്ഷെ കുറച്ചും കൂടെ കൂടിയ പേരുകൾ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ digitalmarketing.com എന്നുള്ള വെബ്സൈറ്റ് നമ്മൾ ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരു കീവേഡ് ആണല്ലേ. അപ്പൊ അതിന് റേറ്റ് കുറച്ചും കൂടെ കൂടുതലായിരിക്കും. ചിലപ്പോൾ അത് 30,000, 1 lakh, 30 lakhs വരെ പെർ ഇയർ വേരി ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. സോ നമ്മളെ വെബ്സൈറ്റിന്റെ ഡൊമൈൻ ചെക്ക് ചെയ്യാനായിട്ട്, അതിന്റെ റേറ്റ് ചെക്ക് ചെയ്യാനായിട്ട്, അതിന്റെ അവൈലബിലിറ്റി ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ് GoDaddy. ഇപ്പോൾ ഒരു ടീം ഓൾറെഡി ഡൊമൈൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ google.com ഓൾറെഡി ഗൂഗിൾ പർച്ചേസ് ചെയ്തിട്ടുള്ള പ്ലാറ്റ്ഫോം തന്നെയാണ്. നമുക്കത് പർച്ചേസ് ചെയ്യാൻ ഒരിക്കലും പറ്റത്തില്ല, കാരണം ഒരിക്കൽ പർച്ചേസ് ചെയ്ത ഡൊമൈൻ പിന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ranjit.com എന്നൊരു ഡൊമൈൻ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ അത് പർച്ചേസ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് പറ്റും എപ്പോഴെന്ന് ചോദിച്ചാൽ, എൻ്റെ എക്സ്പയർ ആയി ഞാൻ യൂസ് ചെയ്യാതെ അത് എൻ്റെ റിമൂവ് ആയി പോയാൽ മാത്രമേ നിങ്ങൾക്ക് അത് പിന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാനുള്ള ചാൻസസ് വളരെ ലോ ആണ്. ലോ അല്ല, പർച്ചേസ് ചെയ്യാൻ പറ്റത്തില്ല. അഥവാ നിങ്ങൾക്ക് സ്റ്റിൽ grranjit.com എന്നുള്ളൊരു വെബ്സൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ സഫിക്സ് മാറ്റാം. അതായത് ഈ .com, .in എന്ന് പറയുന്ന 2 words ഉണ്ടല്ലോ, അതാണ് സഫിക്സ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. നിങ്ങൾക്ക് അത്രയും നിർബന്ധമാണ് ആ പേര് തന്നെ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് grranjit.in യൂസ് ചെയ്യാം, അല്ലെങ്കിൽ grranjit.co.in യൂസ് ചെയ്യാം, അല്ലെങ്കിൽ grranjit.co.uk. നിങ്ങളെ കമ്പനി UK ആണെന്നുണ്ടെങ്കിൽ .co.uk യൂസ് ചെയ്യാം. നിങ്ങളുടെ കമ്പനി ഒരു ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ .co.org യൂസ് ചെയ്യാം, അല്ലെങ്കിൽ .org, grranjit.org യൂസ് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് ഏതൊരു സഫിക്സ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു കമ്പനി കൊണ്ടുപോകാൻ പറ്റും. സോ നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാൻ പോകുന്നത് അതിന്റെ അവൈലബിലിറ്റി ആണ്. ഇപ്പൊ ഞാൻ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് Unlearn എന്നുള്ളൊരു പേര് തന്നെയാണ്. സോ ഇതാണ് GoDaddy എന്നൊരു പ്ലാറ്റ്ഫോം. ഇവിടെ നമുക്ക് ഡയറക്ട്ലി ഡൊമൈൻ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ലൈക്ക് ടൈപ്പ് ദ ഡൊമൈൻ യു വാണ്ട്. ഇപ്പോൾ ഞാൻ Unlearn ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് നോക്കിയാണ്. നമുക്ക് അവൈലബിലിറ്റി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അവർ കുറേ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യും. ഇതിപ്പോൾ GoDaddyയിലാണ് ഞാൻ കാണിച്ചിരുന്നത്. ഇതുപോലെ ഞാൻ ഹോസ്റ്റിംഗറും കാണിച്ചു തരാം, വേറെ പ്ലാറ്റ്ഫോംസ് ഞാൻ കവർ ചെയ്യാം. ഇപ്പോൾ Unlearn.com ഓൾറെഡി ഒരാൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ബ്രോക്കർ ഫീസ് എന്നൊരു കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, സെപ്പറേറ്റ് കാര്യമാണ്, ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ .co.in അവൈലബിൾ ആണ്. നമുക്ക് അത് 1 rupee ആണ് വരുന്നത്, ജസ്റ്റ് 1 rupee പെർ ഇയർ. ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ മുതൽ അതിന്റെ ചാർജ് മാറും, ലൈക്ക് 749 ആകും.
അതേപോലെ unlearn.com ഉണ്ട്, 2 N വരുന്നുണ്ട് .com ഉണ്ട്, അതും സെയിം റേറ്റ് 1 രൂപ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. unlearn.beer ഉണ്ട്, unlearn.vip ഉണ്ട്. അങ്ങനെ ഒരുപാട് ഡൊമൈൻസ് നമുക്കിവിടെ കാണാൻ പറ്റും. അതിന്റെ കൂടെ തന്നെ റേറ്റ് ഇപ്പൊ കണ്ടു, unlearn.vip എന്നൊരു പ്രീമിയം ഡൊമൈൻ ആണ്. അതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ പെർ ഇയർ എന്ന് പറഞ്ഞാൽ 23,000 ആണ് വരുന്നത്. തൊട്ട് താഴെ unlearn.com എന്നുണ്ട്. ജസ്റ്റ് ഒരു ഹാഷ് മാറിയപ്പോൾ തന്നെ അത് 5 lakh രൂപയിലോട്ട് മാറുന്നുണ്ട്. അപ്പം ഡൊമൈൻ എന്നൊരു ഫിക്സഡ് പേയ്മെന്റ് ആയിരിക്കത്തില്ല. ഓരോ ഡൊമൈൻ്റെ പേര് മാറുന്നതനുസരിച്ച്, അതിന്റെ പോപ്പുലാരിറ്റി മാറുന്നതനുസരിച്ചും, അതിന്റെ കീവേഡ് മാറുന്നതനുസരിച്ചും റേറ്റ് മാറിക്കൊണ്ടേയിരിക്കും. സോ ഇതാണ് GoDaddy എന്നൊരു പ്ലാറ്റ്ഫോം. ഇതേപോലെ നമുക്ക് വേറെയും പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യാം. സെക്കൻഡറി വരുന്നതാണ് ഹോസ്റ്റിംഗർ. ഹോസ്റ്റിംഗർ എന്ന് പറയുന്നത് നമുക്ക് ഡൊമൈൻ ഒക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്. നമുക്ക് ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ജസ്റ്റ് ഹോസ്റ്റിംഗിന്റെ ബേസിക് പേജിൽ കയറുമ്പോൾ തന്നെ നമുക്ക് അവിടെ കാണാൻ പറ്റും ഡൊമൈൻ സെർച്ച് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ. സെയിം നമ്മളിപ്പോൾ GoDaddy കണ്ട പോലെ തന്നെ നമുക്ക് ഡൊമൈൻ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് താഴോട്ട് ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴത്തേക്ക് അവിടെ നമുക്ക് ഡൊമൈൻ സെർച്ച് ചെയ്യാം, ഫൈൻഡ് എ ഡൊമൈൻ എന്നുള്ളത് നമുക്ക് കാണാം. ഞാൻ നേരത്തെ അവിടെ GoDaddyയിൽ കൊടുത്ത സെയിം പേര് തന്നെയാണ് ഞാൻ ഇവിടെയും കൊടുക്കാൻ നോക്കുന്നത്, unlearn. ഓക്കെ, unlearn ഞാൻ സെർച്ച് ചെയ്തോളൂ. വേറെ അതിൽ സഫിക്സ് ഒന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഡയറക്ട്ലി unlearn എന്നുള്ളൊരു പേര് മാത്രമാണ് ഞാൻ സെർച്ച് ചെയ്യുന്നത്. unlearn.in ഓൾറെഡി എടുത്തിട്ടുണ്ട്. unlearn.group ഉണ്ട്, ഗ്രൂപ്പിന്റെ റേറ്റ് വേറെയാണ്, അതായത് 609 ആണ് കൊടുത്തിരിക്കുന്നത് പെർ ഇയർ. അതേപോലെ unlearn.tech ഉണ്ട്, അതും അത്യാവശ്യം 6,000, കുറച്ച് എക്സ്പെൻസീവ് ആണ്, കയറുന്നുണ്ട്. unlearn.space ഉണ്ട്, unlearn.blog ഉണ്ട്, unlearn.org.in ഉണ്ട്, unlearn.gg ഉണ്ട്. അങ്ങനെ കുറേ ഡൊമൈൻസ് നമുക്ക് ഇവിടെ കാണാം. അതുപോലെ AI കുറച്ച് സജസ്റ്റ് ചെയ്ത് തരുന്നുണ്ട് നമുക്ക് ഡൊമൈൻസ് നല്ലതെന്ന് പറഞ്ഞാൽ. നമുക്ക് ഏതാണോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി, അല്ലെങ്കിൽ നമുക്ക് ഏതാണോ ഇപ്പൊ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഡൊമൈൻ ആണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ റേറ്റ് നോക്കി നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പോപ്പുലാരിറ്റി ആണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് വേണമെങ്കിൽ കമ്പാരിസൺ ചെയ്യാം. ഒരു ഡൊമൈൻ ഇപ്പോൾ unlearn.beer എന്നൊരു ഡൊമൈൻ നമ്മൾ ചൂസ് ചെയ്യണം. unlearn.beer ഒരു പ്രീമിയം ഡൊമൈൻ ആണ്, GoDaddyയിൽ അവൈലബിൾ ആണ്. unlearn.beer ഞാൻ സെയിം കോപ്പി ചെയ്തിട്ട് ഞാൻ ഇവിടെ സെർച്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാണ്. നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം, അതിൻ്റെ ഒരു അവൈലബിലിറ്റി ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത്. നമുക്ക് വേറൊരു ഡൊമൈൻ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം, unlearn. ഓക്കെ, ഈ ഒരു ഡൊമൈൻ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം, n.com എന്നുള്ളത്. ഇപ്പോൾ ഇതാ ഇവിടെ വരുന്നുണ്ട് റേറ്റ് 500 ആണ് വരുന്ന റേറ്റ്. നമുക്ക് അതേ സെയിം ടൈം നമുക്ക് GoDaddyയിൽ വരുന്നത് ഇപ്പോൾ കറന്റ് 1 രൂപ, അതായത് ഈ വർഷം 1 രൂപയും അടുത്ത വർഷം മുതൽ 1,500 രൂപയാണ്. അത് സെയിം ടൈം ഹോസ്റ്റിംഗിലാണെന്നുണ്ടെങ്കിലും ഈ വർഷം 500 രൂപയും അടുത്ത വർഷം മുതൽ 1179 റുപ്പീസാണ് വരുന്നത്. സോ ഡൊമൈൻ ഓരോ പ്ലാറ്റ്ഫോം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പം നിങ്ങൾക്ക് ഒരു ഡൊമൈൻ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഫിക്സ്ഡ് പ്ലാറ്റ്ഫോം മാത്രം പോകാതെ മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസിൽ പോയതിനു ശേഷം അതിൽ ഏറ്റവും ബെസ്റ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി അതേപോലെ തന്നെ ബെസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ബട്ട് ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്നത് ഇതേപോലെ ഒരു പോപ്പുലർ പ്ലാറ്റ്ഫോംസിൽ നിന്ന് എപ്പോഴും ഡൊമൈൻ പർച്ചേസ് ചെയ്യുന്നത് വളരെ നല്ലത്. കാരണം നിങ്ങൾക്ക് റിസ്ക് ഫ്രീ ആയിരിക്കും. ഇപ്പോൾ വേറെ പ്ലാറ്റ്ഫോംസിൽ നിന്നൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് ഫോൾസ് ഉണ്ട്. അതായത് അവരുടെ സർവീസ് ചിലപ്പോൾ പോപ്പുലർ ആയിട്ട് അല്ലെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടണമെന്ന് നിർബന്ധമില്ല. അപ്പം നിങ്ങൾക്ക് അത് ഫ്യൂച്ചറിലോട്ടുള്ള ഇഷ്യൂസിലുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. സോ ബെറ്റർ നിങ്ങൾ ഇതേപോലെ ഒരു പോപ്പുലർ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ബ്രാൻഡിൽ ഡിപ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾ സേഫ് ആയിരിക്കും. ഇപ്പോൾ GoDaddy ഉണ്ട്, അതേപോലെ ഹോസ്റ്റിംഗ് ഉണ്ട്, ബ്ലൂ ഹോസ്റ്റ് ഉണ്ട്, നെയിംചീപ്പ് ഉണ്ട്. ഇതൊക്കെയാണ് മേജർലി ഒരു ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് നമുക്ക് ഡൊമൈൻ പർച്ചേസ് ചെയ്യാനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ പ്യുവർലി ജസ്റ്റ് എ നെയിം, അതിന്റെ അപ്പുറം വേറെ ഒന്നുമല്ല. ഞാൻ ഒന്നുകൂടെ ബ്രീഫ് ആയിട്ട് ഡൊമൈനെ പറ്റി പറയാണ്. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഒരു പ്യുവർലി ഒരു നെയിം മാത്രമാണ്. അതേപോലെ തന്നെ നമുക്ക് ഡൊമൈൻ പർച്ചേസ് ചെയ്യാൻ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഡൊമൈൻ ഓൾറെഡി എടുത്തിട്ട് ഒരാളാണെന്നുണ്ടെങ്കിൽ ആ സെയിം ഡൊമൈൻ നമുക്ക് പിന്നെ എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഡൊമൈൻസിലുണ്ട്. ഇപ്പോൾ ഒരാൾ എടുത്തിട്ടുണ്ട്, നമുക്ക് നേരത്തെ നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് ഒരു ഓപ്ഷൻ GoDaddyയിൽ കണ്ടായിരുന്നു, അതായത് ബ്രോക്കർ ഫീസ് 16,999 എന്നുള്ള രീതിയിൽ. ഇത് ഈ unlearn.com എന്ന് പറഞ്ഞ് ഓൾറെഡി ഒരാൾ എടുത്തിട്ടുള്ള ഒരു ഡൊമൈനാണ്. പക്ഷെ നമുക്ക് വീണ്ടും എടുക്കാൻ പറ്റും GoDaddyയുടെ ഹെൽപ്പോടെ. എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ബ്രോക്കർ ഫീസ് കൊടുത്ത് ഈ ഡൊമൈൻ എടുത്ത ഒരാളായിട്ട് ചെറിയായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റും. നമ്മളായിരിക്കില്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, GoDaddy ആയിരിക്കും. ആ ഒരു ഫീസാണ് അവർ 16,999 എന്ന് പറയുന്നത്. ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഫീ ചാർജ് ചിലപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന കമ്പനി എന്ന് ചിലപ്പോൾ ഓക്കെ ആയിരിക്കും, അവർ വില്ലിങ് ആയിരിക്കും നമുക്ക് ഡൊമൈൻ തരാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ചാർജ് കൊടുത്ത് ആ ഡൊമൈൻ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. കുറച്ച്, അതായത് നിങ്ങളിപ്പം ആ ഡൊമൈൻ തന്നെ വേണം എന്നോ, നിങ്ങൾക്ക് പൈസ ഒരു വിഷയമല്ല, ആ ഡൊമൈൻ തന്നെ നിങ്ങൾക്ക് വേണം എന്ന് ഡിപ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരു ആവശ്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സ് യൂസ് ചെയ്യാൻ പറ്റും.
പക്ഷേ ഇത് കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. പക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഡൊമൈൻ തന്നെ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അത് ഞാൻ പറയുന്നത് ഒരു 50-50 ചാൻസ് ആണ്. ചിലപ്പോൾ അവർ ഓൾറെഡി റണ്ണിങ് എസ്റ്റാബ്ലിഷ്ഡ് കമ്പനി ആയിരിക്കും, നിങ്ങൾക്ക് അവർ നിങ്ങൾക്ക് തരാനായിട്ട് തയ്യാറായിരിക്കത്തില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കുറച്ച് ലോസ് വരാനുള്ള ചാൻസസും കൂടുതലാണ്. സോ ഇങ്ങനെയാണ് ഡൊമൈനെ പറ്റി ഒരു ബേസിക് ഐഡിയ. ഇനി നമുക്ക് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഹോസ്റ്റിംഗ്. ഒരു വെബ്സൈറ്റിന് രണ്ടാമത് മാത്രമല്ല പ്രൈമറി തന്നെ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ് ഹോസ്റ്റിംഗ്. എന്താണ് ഈ ഹോസ്റ്റിംഗ്? ഒരു വെബ്സൈറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഡേറ്റാസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ജാവാസ്ക്രിപ്റ്റ് ഉണ്ട്, CSS ഉണ്ട്, അതിന് HTML ഉണ്ട്, അതിന് ഒരുപാട് ഫോർമാറ്റ്സ് ഉണ്ട്. ഇതെല്ലാം സേവ് ചെയ്യാൻ വേണ്ടി ഒരു സ്പേസ് വേണം. ഇപ്പം തന്നെ നമ്മൾ മൊബൈലിൽ ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്യണമെന്ന് വെച്ചോളൂ. ആ ഗെയിമിന്റെ ഡേറ്റാസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ നമ്മുടെ ഫോണിൽ തന്നെ ആയിരിക്കും. ഫോണിൽ നമുക്ക് ഫയൽ മാനേജർ ഉണ്ട്. ആ ഫയൽ മാനേജറിനകത്തായിരിക്കും ഈ ഡേറ്റാസ് ഫുൾ സ്റ്റോർ ആയിട്ടിരിക്കുന്നത്. ഇതുപോലെ നമ്മുടെ വെബ്സൈറ്റിന്റെ ഡേറ്റാസ് എല്ലാം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മൾ ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഈ ഹോസ്റ്റിംഗ് നമുക്ക് വീണ്ടും സെയിം നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. GoDaddy വഴി പർച്ചേസ് ചെയ്യാം, ഹോസ്റ്റിംഗ് വഴി പർച്ചേസ് ചെയ്യാം, ബ്ലൂ ഹോസ്റ്റ് വഴി പർച്ചേസ് ചെയ്യാം. വീണ്ടും അതിന്റെ പ്രൈസ് മാറിക്കൊണ്ടേയിരിക്കും. അതായത് നിങ്ങളൊരു ചെറിയ ഹോസ്റ്റിംഗ് പ്ലാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ റേറ്റിലും കിട്ടും. അതേപോലെ വലിയ ഹോസ്റ്റിംഗ് പ്ലാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ റേറ്റിലും കിട്ടും. മെയിനായിട്ട് ഹോസ്റ്റിംഗ് 3 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്ന് ഷെയർഡ് ഹോസ്റ്റിംഗ്, പിന്നെ നിങ്ങൾക്ക് VPS ഹോസ്റ്റിംഗ് ഉണ്ട്, ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് ഉണ്ട്. ഈ 3 ഹോസ്റ്റിംഗ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. എന്താണ് ഈ ഷെയർഡ് ഹോസ്റ്റിംഗ്? ഓൾറെഡി ഹോസ്റ്റിംഗർ GoDaddy എന്നൊരു പ്ലാറ്റ്ഫോം വലിയൊരു ഹോസ്റ്റിംഗ് സ്പേസ് എടുത്തിട്ടുണ്ടായിരിക്കും. അതിൽ നിന്നൊരു കുഞ്ഞു ഹോസ്റ്റിംഗ് സ്പേസ് ആയിരിക്കും നമുക്ക് തരുന്നത്. അതാണ് ഷെയർഡ് ഹോസ്റ്റിംഗ്. അതായത് ബാക്കിയുള്ളതെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു റിയൽ എസ്റ്റേറ്റ് വഴി ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതായത് ചില ബ്രോക്കേഴ്സ്, അതായത് റിയൽ എസ്റ്റേറ്റ് ബ്രോക്കേഴ്സ് അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ അവർ വലിയൊരു പ്ലോട്ട് വാങ്ങിച്ചിട്ട് അവിടെ കുഞ്ഞു വില്ലാസ് വെച്ചിട്ട് ഓരോ വില്ലാസ് ഓരോ ആൾക്കാർക്ക് കൊടുക്കും. അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ പ്രൈവസി എന്നുള്ള രീതിയിലായിരിക്കും വരുന്നത്. ഇതുപോലെയാണ് ഈ ഷെയർഡ് ഹോസ്റ്റിംഗിൽ. ഒരു വലിയൊരു സ്പേസ് എടുത്തിട്ട് കുറേ ഡിവൈഡ് ചെയ്തിട്ട് അതിലൊരു ഷെയർ ആയിരിക്കും നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഇതാണ് പ്യൂർലി ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞത്. ഇനി അടുത്ത VPS ഹോസ്റ്റിംഗ് ഉണ്ട്. ഇത് കുറച്ചും കൂടെ വലിയൊരു ഹോസ്റ്റിംഗ് സ്പേസ് ആയിരിക്കും. അതായത് ഒരു വലിയൊരു സ്പേസ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. അത് നിങ്ങൾക്ക് മാത്രമായിരിക്കും, വേറെ ആർക്കും ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ ഷെയർഡ് ഹോസ്റ്റിംഗിലാണെന്നുണ്ടെങ്കിൽ ഹോസ്റ്റിംഗറിന് അല്ലെങ്കിൽ ആരാണോ പ്രൊവൈഡർ അവർക്കൊരു ആക്സസ് കാണും. അവർക്ക് നിങ്ങളുടെ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് ഒക്കെ ക്ലിയർ ആയാൽ അവർക്ക് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ സെർവറിൽ അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷേ VPS എന്ന് പറഞ്ഞാൽ വെർച്വൽ പ്രൈവറ്റ് സെർവറാണ്. നിങ്ങൾക്ക് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തെടുത്തൊരു സെർവറാണ്. നിങ്ങളല്ലാതെ വേറെ ഒരാൾക്കും ആ സെർവറിൽ കയറാൻ പറ്റത്തില്ല. ഹാക്കിംഗ് അല്ലാതെ നിങ്ങൾക്ക് മാത്രമേ അത് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ടെക്നിക്കൽ സപ്പോർട്ട് യൂസ് ചെയ്താൽ പോലും അവർക്ക് നിങ്ങളെ സെർവർ പോലും ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ പ്രൈവറ്റ് ആക്സസ് ആയിരിക്കും നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഈ വലിയ കമ്പനീസ് ലൈക്ക് ആമസോൺ, ഗൂഗിൾ, അങ്ങനത്തെ വലിയ ടോപ്പ് മൾട്ടിനാഷണൽ കമ്പനീസ് ഒക്കെ എപ്പോഴും VPS ആയിരിക്കും ഓപ്റ്റ് ചെയ്യാൻ പോകുന്നത്. കാരണം അവരുടെ സെർവർ എപ്പോഴും പ്രൈവറ്റ് ആയിരിക്കണം, അവരുടെ ഡേറ്റാസ് എപ്പോഴും സെക്യൂർഡ് ആയിരിക്കണം. അങ്ങനത്തെ ഓപ്ഷൻസിലൊക്കെ ഒരു VPS സെർവർ തന്നെയായിരിക്കും എപ്പോഴും ഓപ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഭയങ്കര ഹൈ. സോ ഇതാണ് VPS. ഇനി അടുത്ത വരുന്നത് ഡെഡിക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ ഇതിന് രണ്ടിടത്തിന്റെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും. അതായത് പ്രൈവറ്റ് സെർവർ ആണോ എന്ന് വെച്ചാൽ അതെ പ്രൈവറ്റ് ആണ്, കസ്റ്റമൈസ്ഡ് ആണ്. പക്ഷേ അത് ഷെയർഡ് ആണോ എന്ന് വെച്ചാൽ അത് ഷെയർഡ് ആണ്. ഇത് രണ്ടിന്റെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ പ്രൈസസ് വരുമ്പോഴത്തേക്കും എപ്പോഴും ഷെയർഡ് ഹോസ്റ്റിംഗ് ആയിരിക്കും ഏറ്റവും ചീപ്പും. അതേപോലെ തന്നെ VPS ഹോസ്റ്റിംഗ് അല്ലെങ്കിൽ വെർച്വൽ പ്രൈവറ്റ് സെർവർ ആയിരിക്കും ഏറ്റവും ഹയസ്റ്റ് പ്രൈസ്. സോ നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയി നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ GoDaddy തന്നെ വീണ്ടും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. GoDaddy നിങ്ങൾക്ക് ഇവിടെ ഹോസ്റ്റിംഗ് ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഹോസ്റ്റിംഗ് പ്ലാൻസ് കാണാം. ഇവിടെ VPS വരുന്നുണ്ട്, ഹോസ്റ്റിംഗ് ഫോർ വേർഡ്പ്രസ് വരുന്നുണ്ട്, അതേപോലെ വെബ് ഹോസ്റ്റിംഗ് വരുന്നുണ്ട്. ഇതിൽ മെയിനായിട്ട് നമ്മൾ വെബ് ഹോസ്റ്റിങ്ങും അതേപോലെ VPS ആണ് കവർ ചെയ്യുന്നത്. വെബ് ഹോസ്റ്റിംഗ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ അവർ ഒരുപാട് പ്ലാൻസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കുഞ്ഞ് പ്ലാൻ തൊട്ട് വലിയ പ്ലാൻ വരെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 89 rupees പെർ മന്ത് മുതൽ അതിൽ 399 rupees വരെ മാറുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഈ ഒരു പ്രൈസ് ഡിഫറൻസ് വരുന്നത്? ഇവിടെ ഒന്നുമല്ല, ബേസിക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്പേസ്. അതായത് നിങ്ങളൊരു കുഞ്ഞ് സ്പേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ വീണ്ടും നമ്മൾ റിയൽ എസ്റ്റേറ്റിലോട്ട് തന്നെയാണ് വരുന്നത്. ഒരു ചെറിയ വീട് വാങ്ങിക്കാനായിട്ട് നിങ്ങൾ ചെറിയ എമൗണ്ട് കൊടുത്ത് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. പക്ഷേ വലിയൊരു വീട് ഇപ്പം വില്ലയൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് വലിയൊരു വില്ല ഒരു ഷെയർഡ് സ്പേസിംഗിൽ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി എക്സ്ട്രാ റേറ്റ് കൊടുക്കേണ്ടി വരും. ഈ സെയിം പരിപാടി തന്നെയാണ് ഇവിടെ. ഒരു ചെറിയ സ്പേസ്, ഹോസ്റ്റിംഗ് സ്പേസ് ഒക്കെയാണ് നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 89 rupees പർച്ചേസ് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾ കുറച്ചും കൂടെ വലിയ വെബ്സൈറ്റ്, നിങ്ങൾ ഇ-കോമേഴ്സ് വെബ്സൈറ്റ് ഒക്കെയാണ് നോക്കുന്നത്, ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട് നിങ്ങളിൽ, അതേപോലെ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള വെബ്സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ വലിയ ഹോസ്റ്റിംഗ് നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അല്ലാത്ത പ്രശ്നം എന്ന് വെച്ചാൽ
സ്ലോ ആയി തുടങ്ങും. നിങ്ങളൊരു വലിയ വെബ്സൈറ്റിനുള്ള കാര്യങ്ങൾ ഒരു കുഞ്ഞ് ഹോസ്റ്റിങ്ങിലാണ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് സ്ലോ ആയി തുടങ്ങും. സെയിം ഒരു മൊബൈലിലെ എക്സാമ്പിൾ തന്നെ. നിങ്ങൾ ഒരു ചെറിയ ഒരു മൊബൈൽ വാങ്ങിച്ചിട്ട് ഒരു കുഞ്ഞ് ഒരു 5,000 റുപ്പീസിന് ഒരു മൊബൈൽ വാങ്ങിച്ചിട്ട് നിങ്ങൾ അതിനകത്ത് പബ്ജി അങ്ങനെ വലിയ ഗെയിമുകളൊക്കെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മൊബൈൽ നല്ല രീതിയിൽ ഹീറ്റ് ആവുകയും വർക്ക് ആവാതിരിക്കുകയും ചെയ്യും. സെയിം പരിപാടി തന്നെയാണ് ഇവിടെ വർക്ക് ആവുന്നത്. ഒരു കുഞ്ഞ് ഹോസ്റ്റിംഗ് സ്പേസ് എടുത്തിട്ട് നിങ്ങളൊരു വലിയ വെബ്സൈറ്റ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വർക്കാവും ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ വെബ്സൈറ്റ് എങ്ങനെയാണോ, നിങ്ങളുടെ വെബ്സൈറ്റിൽ എത്രമാത്രം ട്രാഫിക് വരുന്നുണ്ടെന്നല്ല മുൻകൂട്ടി കണ്ടിട്ട് വേണം നിങ്ങളൊരു ഹോസ്റ്റിംഗ് ചൂസ് ചെയ്യാനായിട്ട്. ഹോസ്റ്റിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും വെബ്സൈറ്റിന്റെ സ്പീഡും, അതൊരു ഫാക്ടർ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരുപാട് ഹോസ്റ്റിംഗ് പ്ലാൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഏത് ഹോസ്റ്റിംഗ് പ്ലാനാണോ താല്പര്യം നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഹോസ്റ്റിംഗ് എടുക്കുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ചില ഹോസ്റ്റിംഗിൽ നിങ്ങൾക്ക് ഡൊമൈൻ ഫ്രീ ആയിട്ട് കിട്ടും. അതിൽ കുറേ കണ്ടീഷൻസും കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ഡൊമൈൻ സെപ്പറേറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ പ്ലാനിൻ്റെ കിട്ടുന്ന നിങ്ങൾക്ക് ഡൊമൈൻ ചൂസ് ചെയ്യാനും പറ്റും. ഈ ഒരു ബേസിക് പ്ലാനിൽ കിട്ടത്തില്ല, പകരം വേറെ വേറെ പ്ലാൻസിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അറ്റ് ദ സെയിം ടൈം നമ്മളിപ്പോൾ ഹോസ്റ്റിങ്ങിന്റെ കേസ് പറയുകയാണ്. ഇപ്പം നമ്മൾ ഗോഡാഡിയാണ് കവർ ചെയ്തത്. ഹോസ്റ്റിംഗ് കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് സർവീസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെയും ക്ലൗഡ് ഹോസ്റ്റിംഗ് ഉണ്ട്, വെബ് ഹോസ്റ്റിംഗ് ഉണ്ട്, അങ്ങനെ ഹോസ്റ്റിംഗ് സെക്ഷൻ, VPS ഹോസ്റ്റിംഗ് ഉണ്ട്, ഹോസ്റ്റിംഗ് സെക്ഷൻ കാണാൻ പറ്റും. നമ്മൾ വെബ് ഹോസ്റ്റിംഗ് ആണ് ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് റേറ്റ് 69 മുതൽ സ്റ്റാർട്ട് ചെയ്യും, 599 വരെ റേറ്റ് പോകുന്നുണ്ട്. ഏതാണോ നിങ്ങളെ കൺവീനിയൻറ്റ്, പ്രീമിയം ആണോ നിങ്ങൾക്ക് വേണ്ടത്, ബിസിനസ് ആണോ നിങ്ങൾക്ക് വേണ്ടത്, എത്ര വെബ്സൈറ്റ് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം, അതേപോലെ ഡൊമൈൻ ഫ്രീ ആണോ നോക്കാം. ഇത് കൂടാതെ SSL എന്നൊരു ടോപ്പിക്കുണ്ട്, അത് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അതെല്ലാം നോക്കിയിട്ട് നിങ്ങൾക്ക് ബെസ്റ്റ് ഹോസ്റ്റിംഗ് ഏതാണോ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. സോ ഹോസ്റ്റിങ്ങിനെ പറ്റി ഒരു ബ്രീഫായിട്ട് പറയാണ്. ജസ്റ്റ് ഒരു സ്പേസ്, നിങ്ങളുടെ വെബ്സൈറ്റിന്റെ ഡേറ്റാസും കാര്യങ്ങളും എല്ലാം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പേസ് ആണ് ഈ ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് SSL. SSL ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ അതെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ മിക്കവരും SSL നോക്കാറില്ല എന്നുള്ളതാണ് സത്യം. SSL ഇല്ലാതെ നമുക്കൊരു വെബ്സൈറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ യെസ്, ചെയ്യാൻ പറ്റും. പക്ഷേ അത് അത്രമാത്രം സെക്യൂർഡ് ആയിരിക്കത്തില്ല. മിക്ക ആൾക്കാരും നിങ്ങളുടെ വെബ്സൈറ്റിൽ കയറാനുള്ള ചാൻസസ് വളരെ ലോ ആയിരിക്കും. അതുകൊണ്ട് ബെറ്റർ ഒരു SSL നിങ്ങളുടെ വെബ്സൈറ്റിൽ വേണം. എന്താണ് ഈ SSL? സെക്യൂർഡ് സോക്കറ്റ് ലെയർ എന്ന് പറയും SSL എന്ന് പറയുന്നത്. ഇതിന്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വെബ്സൈറ്റിന്റെ ഡേറ്റ സെക്യൂർ ആയിട്ട് സൂക്ഷിക്കാനും അതേപോലെ തന്നെ നിങ്ങളുടെ യൂസേഴ്സിന്റെ ഡേറ്റ സെക്യൂർ ആയിട്ട് സൂക്ഷിക്കാനും വേണ്ടിയിട്ടാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങളുടെ ഒരു കസ്റ്റമർ നിങ്ങളുടെ വെബ്സൈറ്റിലോട്ട് വരികയാണ്. അവർ നിങ്ങളുടെ വെബ്സൈറ്റിൽ നിന്ന് ഡേറ്റാസ് അല്ലെങ്കിൽ അവർ നിങ്ങളുടെ വെബ്സൈറ്റിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങളുടെ ഒരു ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോം ആണ്, അതിൽ നിന്ന് ഒരു ഷർട്ട് അല്ലെങ്കിൽ ഒരു ക്ലോത്ത് നിങ്ങളുടെ വെബ്സൈറ്റിൽ നിന്ന് ഒരു കസ്റ്റമർ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ വെബ്സൈറ്റിൽ കയറും, ഡയറക്റ്റ്ലി പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യും, പർച്ചേസ് ചെയ്തിട്ട് പേയ്മെന്റ് കൊടുക്കും. പേയ്മെന്റ് കൊടുത്തതിന് ശേഷം അവർ ജസ്റ്റ് പ്രൊഡക്റ്റ് വാങ്ങിക്കും. ഇങ്ങനെയാണ് നോർമലി വർക്ക് ആവുന്നത്. ഇപ്പൊ SSL ഇല്ല എന്നുണ്ടെങ്കിൽ വിചാരിച്ചോളൂ, ഈ പേയ്മെന്റ് നേരെ ഹാക്കേഴ്സിന് ഈസി ആയിട്ട് ഹാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ പേയ്മെന്റ് അല്ലെങ്കിൽ അവരുടെ പേയ്മെന്റ് അവിടെ സെക്യൂർഡ് ആയിരിക്കത്തില്ല. ഇപ്പൊ കസ്റ്റമേഴ്സ് ഡേറ്റാസ്, അവരുടെ പേര് കാര്യങ്ങളൊക്കെ ഡേറ്റാസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഹാക്കേഴ്സും അറിയാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോഴും അവരുടെ ഡേറ്റാസ് സെക്യൂർ ആയിരിക്കത്തില്ല, നിങ്ങളുടെ പ്രൈവസി ഇഷ്യൂ അവിടെ ലീക്ക് ആവുന്നുണ്ട്. സോ ഇതൊക്കെ കോമ്പൻസേറ്റ് അല്ലെങ്കിൽ ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് SSL എന്നൊരു പ്ലാറ്റ്ഫോം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് എൻക്രിപ്റ്റഡ് ആയിരിക്കും. അവർ തരുന്ന ഡേറ്റയും നിങ്ങൾ കൊടുക്കുന്ന ഡേറ്റയും എല്ലാം എൻക്രിപ്റ്റഡ് ആയിരിക്കും. ഹാക്കേഴ്സിനെ ഹാക്ക് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ SSL എന്നൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. സോ ഇത്രയാണ് ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ കവർ ചെയ്യുന്നത്. ഒരു വെബ്സൈറ്റ് എന്താണ് എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഡൊമൈൻ എന്താണ്, ഹോസ്റ്റിംഗ് എന്താണ്, SSL എന്താണ്, ഇത് ഇത്രയും വെച്ചിട്ടാണ് നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനെ പറ്റിയിട്ടായിരിക്കും നമ്മൾ അടുത്ത ക്ലാസ്സിൽ കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിനെപ്പറ്റി കുറച്ചും കൂടെ ടോപ്പിക് ഇൻ ഡെപ്ത് നമ്മൾ അടുത്ത ടോപ്പിക്കിൽ പോകുന്നുണ്ട്. സോ ഇന്നത്തെ ടോപ്പിക് ഇത്രയേ ഉള്ളൂ. നമുക്ക് വൈൻഡ് ചെയ്യാം. സൈനിങ് ഓഫ്.